यांना प्रचंड बहुमताने विजय करा विजय करा विजय करा. 1978 മുതൽ CPM-ന്റെ ശക്തമായ കോട്ടയാണ് ദാനു. 10-ൽ 9 നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഏക MLA ആണ് വിനോദ് നിക്കോലെ. तीसरे साल में ये जब गवर्नमेंट गिरा दी उसके बाद 2 साल मुझे काम करने को मिला तो उसमें ज़्यादा से ज़्यादा मैं फंड लेके आया. तो लोगों के दिल में ये है कि ये भाई बंदा जो है वो स्ट्रगल करने वाला है, लड़ने वाला है इश्यूज लेके. तो വാർലി ആദിവാസി പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ മേഖലയിലെ പാർട്ടിയുടെ സ്വാധീനത്തിന് കാരണമായിട്ടുണ്ട്. ഇത്തവണ ദാനു കൂടാതെ 2 മണ്ഡലങ്ങൾ കൂടി CPM മത്സരിക്കുന്നുണ്ട്. तीनों सीट पे कॉन्फिडेंट है क्योंकि नासिक में जो जीवा पांडु गावित को तो हम जीतेंगे. यहाँ भी ऐसा माहौल है. पैसा बहुत बांट रहे, पैसा कितना काम करेगा वो देखेंगे. अगर लोगों के दिल में अगर यह है कि ये बंदा लड़ने वाला है या आगे जाके लड़ेगा तो लोग वोट करेंगे. पैसा काम नहीं करेगा. കേരളത്തിലെ സഖാക്കളോട് വിനോദിന് പറയാനുള്ളത് ഇതാണ്. कॉमरेड अभी मैं केरला लास्ट टाइम गया था जब हमारा ऑल इंडिया कॉन्फ्रेंस था. कन्नूर में था जहाँ पे हमारे मतलब CM का मेरे ख्याल से डिस्ट्रिक्ट है, वहाँ पे गया था. केरला के कांग्रेस को तो मैं यही बोलना चाहूँगा कि हम यहाँ पे ये चुनाव अच्छी तरह से लड़ रहे हैं. और यही कहना चाहूँगा कि जो 3 सीट जो है तो हम कैसे भी करके जीत के लाएंगे, यही मैं संदेश देना चाहूँगा. ബോയ്സറിൽ ഉദ്ധവ് താക്കറെയുടെ തെരഞ്ഞെടുപ്പ് റാലി റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന CPM ഏരിയ സെക്രട്ടറിയെ കണ്ടു. ബോയ്സർ ഏരിയ കമ്മിറ്റി വന്ന് പെട്ടതല്ല. നമ്മളിവിടെ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞ് ബോയ്സറിൽ നമ്മളൊരു പാർട്ടിയുടെ യൂണിറ്റ് ഉണ്ടാക്കി ഇവിടുത്തെ മലയാളികളെയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശക്തമായ ഹർഷൻ ലോക്കണ്ടെ, ഹരീഷ്, പിന്നെ ആദിവാസി ഇവരെ എല്ലാവരെയും നമ്മൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കി ഇവിടെ LC മെമ്പർ എല്ലാം ഉണ്ട്. प्रचंड बहुमतांनी विजय करा विजय करा विजय करा. ധാനു മണ്ഡലത്തിൽ നിന്നും ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സൗമ്യ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.